ഹായോ. ഞാനിത് ആദ്യത്തെ എൻ്റെ ഫിലിം റിവ്യൂ ആണ്. ഫിലിം റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ ചിലപ്പോൾ കുറച്ച് സമയം എടുത്തിട്ടൊക്കെ ആയിരിക്കും പറയാം. ഇത് ഇൻസ്റ്റാഗ്രാമിൽ ഇടുമോ അതോ യൂട്യൂബിൽ ഇടുമോ എവിടെ ഇടാന്നൊന്നും എനിക്ക് വലിയ പിടിയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരവ് സിനിമ ആണ് ഞാൻ കണ്ടത്. അപ്പോൾ അതിനുശേഷം കുറേ വീഡിയോസ് ഉണ്ട് യൂട്യൂബിൽ. എല്ലാവരും ഇതിനെ വിമർശിക്കുക. കോക്ക് പോലുള്ള ആൾക്കാരൊക്കെ പറയുന്നത് ഇത് തീരെ പൊട്ട പടമാണ്, പൈസ പോകുന്ന പടമാണ്. പിന്നെ കുറേ പേര് പറയുന്നത് ഇത് ഭയങ്കര ഭയങ്കര പഴയ കഥയാണ്, പഴയ വിഞ്ഞ പുതിയ കുപ്പി, ഭയങ്കര ഏജ്ഡ് ആയിട്ടുള്ള കഥയാണ്, വീണ്ടും ഫീൽഡ് ഔട്ട് ആയി. ആയിക്കോട്ടെ, അങ്ങനെയൊക്കെ ആയിക്കോട്ടെ. അപ്പൊ ഞാൻ പറയുന്നത് കുറച്ച് പേർക്ക് അത് അല്ലെങ്കിൽ വേണ്ട കുറെ പേർക്ക് അത് ഇഷ്ടമായില്ല വിചാരിച്ചിട്ട് മറ്റുള്ളവരോട് പറയാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ പൈസ പോവും. അങ്ങനെ പറയാൻ മാത്രം പൊട്ടപ്പടാണോ ഇത്? ഞാൻ പറയാണ് അല്ല. നിങ്ങൾക്ക് ഇപ്പോ നന്നായിട്ട് ഇടിയൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ്. അതായത് ഇടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ട് ഡയലോഗ് വില്ലൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇട്ടിക്കട്ട് അവനെ ഒന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പൊ ഇടി പൊട്ടും. അല്ലെ നന്നായിട്ട് വയലന്റ് ആയിട്ട് ഇടിക്കാന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു പടമാണത്. അങ്ങനെ ഇഷ്ടപ്പെടുന്ന കുറെ പേരുണ്ട്. ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് എൻ്റെ അച്ഛനൊക്കെ പണ്ടത്തെ പടങ്ങൾ മാത്രം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പണ്ടത്തെ പാട്ടേ കേൾക്കൂ. ഇപ്പോഴത്തെ വേടന്റെ പാട്ടൊന്നും അവർക്ക് ഇഷ്ടമല്ല. അച്ഛൻ ഒരു നിരൂപനാണെന്ന് പറഞ്ഞേനെ പോണ്ട, ഈ ആളുടെ പാട്ട് എന്തൊരു തേങ്ങയാണ് അവൻ ഉണ്ടാക്കണേന്നൊക്കെ പറഞ്ഞേനെ. അതേപോലെ തന്നെ എൻ്റെ അമ്മയ്ക്ക് ഇപ്പോഴത്തെ സിനിമയിലെ കുറെ ദ്വയാർത്ഥമുള്ള ഈ മനസ്സിലാവുന്ന തരത്തിലുള്ള ദ്വയാർത്ഥങ്ങളാണ് ഇപ്പോഴത്തെ. പണ്ടും ഈ സംഭവങ്ങളുണ്ട്. ഇപ്പൊ ദിലീപിന്റെ പടം ഉണ്ട്, പണ്ടത്തെ ജയസൂര്യന്റെ പടങ്ങൾ ഉണ്ടാവാം. അങ്ങനത്തെ പടമൊക്കെ എൻ്റെ അമ്മയ്ക്ക് സുഖമായിരുന്നു കണ്ടിട്ട്. ഇപ്പോഴും അമ്മയ്ക്ക് അങ്ങനത്തെ പടങ്ങളാണ് ഇഷ്ടം. അമ്മ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെക്കാളും കൂടുതൽ പടം കണ്ടുള്ള ഒരാളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം KTV, സൺ TV, ജയ TV ഏതൊക്കെ തമിഴ് പടങ്ങൾ ചാനലുണ്ടായിരുന്നോ അതിലൊക്കെ ആരുടെയോ പടങ്ങൾ വരുമ്പോൾ കാണാറുള്ള ആളാണ്. സത്യരാജ് ആളുടെ പടം കാണാറുണ്ട്, ഭാഗ്യരാജിന്റെ പടം കാണാറുണ്ട്. പിന്നെ ആരാ, രജനീകാന്തിന്റെ ഭൂരിഭാഗം പടം എൻ്റെ അമ്മ കണ്ടിട്ടുണ്ടായിരിക്കും, പണ്ടത്തെ വളരെയായിട്ട് പറയണേ. പിന്നെ പ്രഭുവിന്റെ പടങ്ങളൊക്കെ കാണുന്ന ആളാണ്. അപ്പോ അങ്ങനത്തെ ആൾക്കാർക്ക് ഇത് ഇഷ്ടാവും. ഞാൻ അതാണ് പറയുന്നത്. അപ്പോ എൻ്റെ അച്ഛനും അമ്മേനെയും എൻ്റെ മേമാരെയൊക്കെ കൊണ്ടുപോകാൻ ഈ പടത്തിന് കൊണ്ടുപോകാൻ അവർക്ക് ഇഷ്ടാവും. അപ്പോ അതില് സെയിം കാര്യം എന്താ പറയാൻ വന്നു കഴിഞ്ഞാൽ യൂട്യൂബിൽ തന്നെ എഴുതി കാണിക്കുകയാണ് ഇതൊരു പൊട്ടപ്പടാണ്, നിങ്ങൾ കാശ് പോണ്ട. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ചിന്തിച്ചു തുടങ്ങും, ഓക്കെ ഇതൊരു പൊട്ടപ്പാടാണല്ലോ, പോണ്ടെന്നൊക്കെ. പക്ഷെ അത് വിചാരിച്ച് തികച്ചും തള്ളിക്കളയാൻ പറ്റില്ല. അപ്പൊ ഞാനും അമ്മയും മേമാരും എല്ലാവരും കൂടി എൻ്റെ വൈഫ് എല്ലാവരും കൂടി പോവുകയാണെങ്കിൽ രണ്ടുപേർക്ക് പടം ഇഷ്ടമായില്ല, ബാക്കി 4 പേർക്ക് പടം ഇഷ്ടമായി. പക്ഷെ നമ്മൾ ഫാമിലി ആയിട്ട് ഒത്തൊരുമിച്ച് പടത്തിന് പോയി പടം കണ്ടു, ഒരു എക്സ്പീരിയൻസ് ആണ്. സിനിമ എന്ന് പറഞ്ഞാൽ എന്താ? സിനിമ എന്ന് പറഞ്ഞാൽ സിനിമാ പ്രേമികൾ, അതേപോലെ സിനിമാറ്റോഗ്രാഫി, ക്യാമറ, അങ്ങനത്തെ കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന, സിനിമേനെ ഡിജിറ്റലായിട്ടും അത് അങ്ങനെ കാണുന്നവർക്ക് മാത്രമുള്ളതല്ല. നമുക്കൊരു എന്റർടൈൻമെന്റ് ആണ് സിനിമ എന്ന് പറഞ്ഞാൽ. മെയിൻ ആയിട്ട് എന്റർടൈൻമെന്റിന് വേണ്ടിയാണ്. പ്രേക്ഷകർക്ക് ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ മറ്റുള്ള കാര്യങ്ങളൊന്നും തന്നെ ചിന്തിക്കാതെ പോയിരിക്കുക, കാണുക, ഫാമിലി ആയിട്ട് ഒരു ഗെറ്റ് ടുഗെദർ ആണ് സിനിമ. അപ്പൊ ഞാൻ ഈ ഒരു റിവ്യൂവിനോട്, പല റിവ്യൂസും കറക്റ്റാണ്, ഈ റിവ്യൂവിനോട് ഞാൻ എതിരെ തന്നെ പറയുന്നു. എനിക്ക് ഈ പടത്തിലെ ഒരു 60% ഇഷ്ടമായി, 40% ഇഷ്ടമായില്ല. ഓക്കെ, ഞാൻ ഓക്കെയാണ്. 60% എനിക്ക് ഇഷ്ടമായല്ലോ. എനിക്ക് കുറച്ച് സീനൊക്കെ ബാബുരാജിന്റെ കുറച്ച് സീനൊക്കെ ഉണ്ടായിരുന്നു. ആ നേരത്തെ ഞാൻ അവനെ ഇട്ടിച്ചാലോ എന്നൊക്കെ ആലോചിച്ചു. അപ്പൊ ഇടിച്ചു. അപ്പൊ എനിക്കത് ഇഷ്ടമായി, ആ ഭാഗം എനിക്ക് ഇഷ്ടമായി. വേറെ കുറച്ച് ഭാഗങ്ങൾ എനിക്ക് അതിലത്തെ ഇഷ്ടമായി. മൊത്തത്തിലൊക്കെ പറയാന്ന് വെച്ചാൽ നിങ്ങളുടെ ഫാമിലിനെ അല്ലെങ്കിൽ അമ്മനോടൊക്കെ പറയാം, ഇത് ഇങ്ങനത്തെ ഒരു പടമാണ്, ഇങ്ങനത്തെ ടൈപ്പ് പടമാണ്, നിങ്ങൾ വരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വരും എന്ന് പറയും. അങ്ങോട്ട് അവർക്ക് ഇഷ്ടമാവില്ല, നിങ്ങൾ കൊണ്ടുപോകണ്ട. അല്ലാണ്ട് ഇത് പൊട്ടപ്പെടാന്ന് പറഞ്ഞ് പൊട്ടപ്പെടാണ്ട കാണണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ റെഡിയാവാ? അത് യൂട്യൂബ് പോലെയുള്ള ഒരു മാധ്യമത്തിലൂടെ ഇത് എല്ലാവരും അറിയുമ്പോൾ എല്ലാവർക്കും രണ്ടാമതൊരു ചിന്ത വരികയാണ്. എന്തിനാണ് അവര് അവരെ മേമേനെ ആരെങ്കിലും കൊണ്ടുപോട്ടെ, അമ്മേനെ കൊണ്ടുപോട്ടെ, അച്ഛനെ കൊണ്ടുപോട്ടെ, അല്ല പാപ്പന്മാരെ കൊണ്ടുപോട്ടെ. നമ്മുടെ അച്ഛനും അതേപോലെ തന്നെ കുറെ ആൾക്കാർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്, മരിച്ചിട്ടൊന്നുമില്ലല്ലോ. മൊത്തത്തിൽ അങ്ങനെ തള്ളിക്കളയാനായിട്ട് മൊത്തത്തിൽ വേണമെങ്കിൽ എൻ്റെ 90s കിഡ്സിനെ നിങ്ങൾ വിട്ടേക്ക്. 90 കിഡ്സിലുണ്ട് കുറെ നിരൂപകരും നന്നായി അറിയണവർക്കും അല്ലാത്തവരുണ്ട്. അല്ലാത്ത നമ്മുടെ അച്ഛന്മാര്, അമ്മമാര്, മേമുമാര്, അമ്മായിമാര്, ഇവരൊക്കെ എൻ്റെ അമ്മാമ ഇവരൊക്കെ പോലും ജീവിച്ചിരിപ്പുണ്ടല്ലോ. അവരൊക്കെ എല്ലാ തലമുറയും കൂടി ഇല്ലാണ്ടായിട്ടാന്ന് വെച്ചാൽ ഇവിടെ തൊട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനിയുള്ള സിനിമകളൊക്കെ ക്യാമറ നന്നായിരിക്കണം, സിനിമാറ്റോഗ്രാഫി നന്നായിരിക്കണം, നായകൻ നന്നായിരിക്കണം, പ്രീ പ്രൊഡക്ഷൻ നന്നായിരിക്കണം, VFX നന്നായിരിക്കണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങള് നല്ല പടം പറയുള്ളൂ. അങ്ങനെ പറഞ്ഞ ഇങ്ങനെ റെഡിയാവാ. ഓക്കെ, അപ്പൊ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ തന്നെ ഞാൻ നോക്കുമ്പോൾ 4-4.5 മിനിറ്റ് ആയി. ഇത് എവിടെ കൊണ്ടിടുന്നോന്ന് എനിക്ക് അറിയില്ല. ഇത് ആരെങ്കിലും കാണാന്ന് വെച്ചാൽ എന്നെ ചിലപ്പോ അവര് പറയും, ചിലപ്പോ ഞാൻ ജോർജിന്റെ പൈസ മേടിച്ചിട്ട് ചെയ്യാന്നൊക്കെ. ഇവിടെ തേങ്ങ അത് ഞാൻ കുറച്ച് ആൾക്കാരുടെ ഓരോരോ ചിന്തകളാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ കാണുന്നവർ കണ്ടോട്ടെ. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളത്. ഞാൻ സമയം എടുത്തതിൽ ക്ഷമിക്കണം.
അപ്പോ പറയാലോ, നിങ്ങൾ പോണ്ട, നിങ്ങൾ അച്ഛനോടും അമ്മനോടൊക്കെ ചോദിച്ചോക്കെ ഇഷ്ടപ്പെടുമോന്ന്. അവർ ഇഷ്ടപ്പെടും, അവർ കാണാൻ എൻജോയ് ചെയ്യടാ. എന്റർടൈൻമെന്റ് അല്ലേ, 2 മണിക്കൂർ നേരത്തെ എന്റർടൈൻമെന്റ് അല്ലേ. അടിച്ചു പൊളിക്കാണ്ട് കണ്ടിട്ട് വാ കേട്ടോ. ഓക്കെ, ബൈ.